നമസ്കാരം, ഞാൻ അവന്തിക. നന്മയുടെ പൊൻകണിയുമായി മലയാളത്തിന്റെ മിഴിയും മനസ്സും നിറച്ച് ഇന്ന് വിഷു. സമൃദ്ധിയുടെ മഹോത്സവ വേളയിൽ എല്ലാ പ്രേക്ഷകർക്കും കൗമുദി ടിവിയുടെ വിഷു ആശംസകൾ. ആകുലതയുടെ വർത്തമാനങ്ങൾക്ക് പകരം ആഹ്ലാദത്തിന്റെയും പ്രതീക്ഷകളുടെയും നല്ല വാർത്തകളുമായി എത്തട്ടെ നന്മയുടെ നൽകാലം. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. മുതലാളിയോ മുഖ്യമന്ത്രിയോ? പരസ്യ വിമർശത്തിന്റെ ശരം തൊടുത്ത് CPM-ഉമായി നേർക്കുനേർ പോരാട്ടത്തിന് CPI. മുഖ്യമന്ത്രിയുടെ ചോദ്യത്തെ മുതലാളിത്ത ശൈലിയോട് ഉപമിച്ചതിനു പിന്നാലെ പോലീസിനു നേരെയും കാനത്തിന്റെ പ്രതിഷേധം. CPI നിലപാടുകളോട് വിയോജിച്ച കാരാട്ടുമായി സംവാദത്തിനു തയ്യാറെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി. വല്യേട്ടൻ പാർട്ടിയോടുള്ള പോര് മൂർച്ഛിക്കവേ ഇന്നലെ കാനം എണ്ണി പറഞ്ഞത് ഇടതു സർക്കാരിന്റെ ഭരണവീഴ്ചകൾ. നിലമ്പൂരിൽ മാവോയിസ്റ്റുകളെ നേരിട്ട രീതി മുതൽ മഹിജയുടെ നിരാഹാര സമരത്തെ നേരിട്ട പോലീസ് നടപടി വരെ വിമർശന വിഷയം. അതിനിടെ പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കി മൂന്നാർ കയ്യേറ്റത്തിൽ നിലപാട് കടുപ്പിക്കാനും CPI തീരുമാനം. ദേവികുളത്ത് CPM നേതാക്കളുടെ പ്രതിഷേധം വകവയ്ക്കാതെ കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടരാൻ സബ് കളക്ടർക്ക് മന്ത്രി E ചന്ദ്രശേഖരന്റെ പച്ചക്കൊടി. അതേസമയം സബ് കളക്ടർ ശ്രീറാം വെങ്കടരാമനെയും റവന്യൂ മന്ത്രിയെയും വെല്ലുവിളിച്ച് S രാജേന്ദ്രൻ MLA. ശ്രീറാമിനെ പിടിച്ചിരിക്കുന്നത് മൂന്നാർ ദൗത്യ സംഘത്തിന്റെ മുൻ തലവൻ സുരേഷ് കുമാറിന്റെ പ്രേതമെന്നും രാജേന്ദ്രൻ. അതിനിടെ CPI-യുടേത് പ്രതിപക്ഷ നിലപാടെന്ന പ്രകാശ് കാരാട്ടിന്റെ ആക്ഷേപത്തെ വെല്ലുവിളിച്ച് കാനം രാജേന്ദ്രൻ. തീയതി നിശ്ചയിച്ചറിയിച്ചാൽ കാരാട്ടുമായി സംവാദത്തിന് തയ്യാർ. ഇടതുപക്ഷ വിരുദ്ധമായ ഏതു നിലപാടാണ് CPI സ്വീകരിച്ചതെന്ന് കാരാട്ട് വ്യക്തമാക്കണമെന്നും കാനം. അരും കൊലയുടെ തിരക്കഥ. നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി കേഡൽ ജിൻസൺ അടിക്കടി മൊഴിമാറ്റുന്നതിനിടെ പോലീസിന്റെ തെളിവെടുപ്പ് തുടരുന്നു. ഇന്നലെ നന്ദൻകോട്ടെ വീട്ടിൽ കേഡലിനെ എത്തിച്ച് തെളിവെടുത്ത പോലീസ് ചെന്നൈയിൽ പ്രതി ഒളിവിൽ താമസിച്ച ലോഡ്ജിലും തെളിവെടുപ്പ് നടത്തും. തെളിവെടുപ്പിന്റെ ഭാഗമായി അരുംകൊലയുടെ നിമിഷങ്ങൾ പോലീസിന് മുന്നിൽ കേഡൽ അനുകരിക്കുന്നത് കണ്ടതിന്റെ ഞെട്ടലിൽ ബന്ധുക്കളും അയൽവാസികളും. അച്ഛനെയും അമ്മയെയും ഒറ്റവെട്ടിന് കൊലപ്പെടുത്തിയ കേഡൽ അനുജിത്തിയെ വകവരുത്തിയത് മൃഗീയമായി. ബന്ധുവായ ലളിതയെ കൊന്നത് തലക്കടിച്ചെന്നും കേഡലിന്റെ മൊഴി. ഉന്മാദാവസ്ഥയിൽ ആത്മാവ് നടത്തിയ കൊലപാതകമെന്ന ആദ്യവാദം മാറ്റിപ്പറഞ്ഞ കേഡലിന് വീട്ടുകാരോട് കടുത്ത പക ഉണ്ടായിരുന്നതായി അന്വേഷണ സംഘം. കൊലയ്ക്ക് പ്രേരിപ്പിച്ചത് അവഗണന കാരണമുള്ള വൈരാഗ്യമെന്ന മൊഴി വീണ്ടും തിരുത്തി കേഡൽ. കടുംകൈക്ക് പ്രേരിപ്പിച്ചത് അച്ഛന്റെ സ്വഭാവ ദൂഷ്യമെന്ന് പുതിയ വെളിപ്പെടുത്തൽ. തിരക്കേറുന്ന തന്ത്രങ്ങൾ. സംഘടനാ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനം വന്നതോടെ തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. പാർട്ടിയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ചർച്ചകൾ മുറുക്കി A ഗ്രൂപ്പും I ഗ്രൂപ്പും. തെരഞ്ഞെടുപ്പിന് പകരം സമവായമെന്ന ആശയം ശക്തമെങ്കിലും ഔപചാരിക ചർച്ചകൾ തുടങ്ങിയിട്ടില്ല. പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രഖ്യാപിച്ച സമയക്രമം അനുസരിച്ച് അംഗത്വ വിതരണം പൂർത്തിയാക്കേണ്ടത് May 15-ന് മുൻപ്. ഇരു ഗ്രൂപ്പുകളും താഴെത്തട്ടിൽ മത്സര സ്വഭാവത്തോടെ അംഗങ്ങളെ ചേർത്താൽ പാളിപ്പോവുക സമവായവാദം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കേണ്ടത് ഒക്ടോബർ അവസാനം. ആക്രമണത്തിന്റെ കരുത്ത്. അഫ്ഗാനിസ്ഥാനിലെ IS കേന്ദ്രങ്ങളിൽ ഏറ്റവും വലിയ വ്യോമാക്രമണം നടത്തി അമേരിക്ക. പ്രയോഗിച്ചത് ബോംബുകളുടെ മാതാവെന്നറിയപ്പെടുന്ന ലോകത്തെ ഏറ്റവും ശക്തിയേറിയ ആണവേതര ബോംബ് GBW-43. അത്യാധുനിക GPS സംവിധാനത്തിലൂടെ നിയന്ത്രിക്കപ്പെടുന്ന ബോംബിന്റെ ഭാരം 10,000 കിലോ. അമേരിക്കൻ ആക്രമണം അഫ്ഗാനിലെ നൻഗൻഹാർ പ്രവിശ്യയിലെ ഭീകര കേന്ദ്രങ്ങളിൽ. പാക് അതിർത്തിയിലെ IS തുരങ്കങ്ങളെയും ഒളിച്ചിരിക്കുന്ന ഭീകരരെയും ലക്ഷ്യമിട്ട ആക്രമണം വിജയകരമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.